മോദി പിടിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നരേന്ദ്രമോദി വന്നിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് റോഡ് ഹൈവേ അടച്ച് സ്റ്റേജ് കെട്ടി അവിടെ വലിയ പരിപാടി നടത്തി ഹൈക്കോടതി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോ ഉത്തരവിറക്കി. ഉദ്യോഗസ്ഥരോട് ഏറ്റുമുട്ടി ഭരണസമിതി പോകുന്നുള്ള പ്രചരണം നടത്തേണ്ട, അത് വരെ പോകുന്നില്ല. വെറുതെ അവരെ ആവേശം കയറ്റിയിട്ട് ഈ ബോർഡ് വച്ച സംബന്ധിച്ചുള്ള വിഷയത്തിൽ നഗരസഭയിൽ നിന്ന് പാർട്ടിക്ക് കത്ത് കിട്ടിയ സമയത്ത് ഇത് യഥാർത്ഥത്തിൽ കരാറുകാർക്കാണ് ബോർഡ് വയ്ക്കാനുള്ള ഇത് കൊടുത്തിരുന്നത്. അവർ റോഡ് വെച്ച സമയത്ത് കത്ത് കിട്ടിയ ഉടൻ തന്നെ പാർട്ടി ഇടപെട്ട് മുഴുവൻ ബോർഡുകളും ഗതാഗത തടസ്സം മാറ്റി നിൽക്കുന്ന എല്ലാ ബോർഡുകളും മാറ്റാനുള്ള ഉത്തരവ് കൊടുക്കുക. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ സെക്രട്ടറിക്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യാതൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ ദീപക് ജി പറഞ്ഞതുപോലെ റോഡിൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് തടഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചപ്പം വലിയ പ്രശ്നമാണ്, വലിയ വികാരമാണ്, നല്ലതാണ്. ഇനി കാലഘട്ടങ്ങളിൽ അത് ഉണ്ടാവണം. ഇത് റോഡ് ഹൈവേ അടച്ച് സ്റ്റേജ് കെട്ടി അവിടെ വലിയ പരിപാടി നടത്തി ഹൈക്കോടതി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോ ഉത്തരവിറക്കി. നമ്മളിവിടെയുള്ള നമ്മുടെ ആ ലീഡർമാർ ഇതിനകത്ത് തന്നെ ഉണ്ട്. അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇന്നുവരെ നടപടി എടുത്തോന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു ബോർഡിന്റെ കാര്യത്തിൽ ബോർഡ് വ്യക്തമായിട്ട് കോർപ്പറേഷൻ പറഞ്ഞതനുസരിച്ച് ബോർഡ് വ്യക്തമായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഇതുമില്ല. പിന്നെ ഇതിനകത്ത് ഫൈനോ അങ്ങനെ ഒരു കാര്യമെന്ന് വെച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു വിഷയമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഫൈൻ അടക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ നടപടി അതിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് യാതൊരു വിഷയവുമില്ല. അങ്ങനെ ഒരു നടപടി ഇതിനകത്തുണ്ട്. നമ്മൾ ഈ കാലഘട്ടങ്ങൾ ഇത് എത്രയോ പ്രാവശ്യം സംസാരിച്ചിരുന്ന വിഷയങ്ങളാണ്. അങ്ങനെ കെട്ടിയതാണോ ഉദ്ദേശം എനിക്കറിയില്ല. അങ്ങനെ കെട്ടിയിട്ടുണ്ടോ? അങ്ങനെ കെട്ടിയിട്ടുണ്ടോ? റോഡ് മറച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങ് റോഡ് മറച്ച് കെട്ടിയിട്ടുണ്ടോ? എങ്കിൽ അങ്ങ് റോഡ് മറച്ച് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എങ്കിലും അങ്ങനെ സംസാരിക്കുന്നത് അല്ല. അത് കെട്ടി അതിനെതിരെ ഹൈക്കോടതി കേസെടുത്തു. കേസെടുക്കേണ്ട സാഹചര്യം ഞാൻ പ്രതിയാണ്. അതുകൊണ്ട് അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സർമാക്കി പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു അല്ലെങ്കിൽ കോടതി പോകേണ്ടത് കോടതി തന്നെ പോയി. അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ന്യായീകരണമാണ്. ആ ന്യായീകരണമാണ് പറഞ്ഞത്. അല്ലാതെ നാളെ കോടതി തൂക്കിക്കൊന്നാലും ചെയ്തെന്നേ പറയും. അല്ലാതെ ചെയ്തില്ല കളക്ടർ പറയില്ല. ഇപ്പൊ പറയും അടുത്ത കോഴ്സിൽ പറയാം. ഈ വിഷയം അല്ലല്ലോ. ഒരു വിഷയം സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ചെയ്തു എന്ന് പറയാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഒരു മടിയില്ല. ചെയ്യാത്തത് അല്ലല്ല. ഞങ്ങൾ കണ്ടു ഇവിടെ 45 ദിവസത്തിനകം ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി വരും, വന്ന് ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും. ഞങ്ങൾ പരീക്ഷിച്ചു. ഒത്തിരി ബ്ലൂ പ്രിന്റ് വന്നു. തലേ ദിവസവും ചോദിച്ചു. ഇവിടുത്തെ ചാനൽ മാധ്യമങ്ങൾ ചോദിച്ചു നാളെ എന്താ പ്രഖ്യാപിക്കുന്നത്. വരട്ടെ കാണാം. ഞങ്ങൾ പ്രതീക്ഷിച്ചു. വരട്ടെ കാണാം. ഒന്നും നടന്നില്ല. ചെയ്തെങ്കിൽ ചെയ്തു. ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് പറയണം. ഞങ്ങൾക്ക് നാളെ ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയില്ല. അതേസമയം തലേ ദിവസവും പറയണം നാളെ വരും. ഇവിടെ വന്ന് ഞങ്ങൾ ഇപ്പൊ പ്രഖ്യാപിക്കും. പാവപ്പെട്ട കാസർഗോഡ് വരെയുള്ള BJP-ക്കാരെ വിളിച്ചു വരുത്തിയിരുത്തി രാഷ്ട്രീയ പ്രസംഗം കേൾപ്പിക്കാൻ. ഇവിടെ തിരുവനന്തപുരം നഗരസഭയുടെ വികസനത്തിലല്ല വന്നത്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒന്നും ചെയ്യുന്നു പറഞ്ഞില്ല. അദ്ദേഹം PM ശ്രീയെ കുറിച്ചും അതോടൊപ്പം തന്നെ കുറേയധികം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടത്തിയതിനെ കുറിച്ചും
ചോദ്യം. സാർ ഇവിടെ ആ, സംബന്ധിച്ച് വിഷയമേ അല്ല. ഇവിടെ ഈ കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള കൗൺസിലിൽ ഉണ്ടായിരുന്ന ഒരു അംഗം എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ ഏറ്റവും വലിയ പദ്ധതികൾ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഇന്ന് പ്രഖ്യാപിച്ച് ഇവിടെ വന്നുപോയിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളാണ്. അത് സ്മാർട്ട് സിറ്റി ആയാലും, ഇന്ന് സ്മാർട്ട് സിറ്റിയുടെ തെരുവോരങ്ങളിൽ ഓടുന്ന ബസിന്റെ കാര്യത്തിലായാലും, ഇന്ന് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ആയാലും, ഈ നാടിന്റെ മോടി പിടിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നരേന്ദ്രമോദി വന്നിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അന്ന് ഇവിടെ അംഗമായിരുന്ന ആള് ഒരക്ഷരം മിണ്ടാതെ അത് ഭരണത്തിന്റെ മിടുക്കാണ്, അത് LDF ഭരണത്തിന്റെ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചപ്പോഴൊന്നും ഈ ശബ്ദം കേട്ടില്ല. 5 വർഷവും ഈ ശബ്ദം ഇവിടെ കേൾക്കാതെ പോയി. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും പോണ്ട. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. സാർ ഒറ്റ മിനിറ്റ് സാർ. ഇവിടെ ജീവനക്കാരുടെ കുറവുള്ള സമയത്ത് ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട മേയറുടെ നിർദ്ദേശപ്രകാരം എല്ലാ സോണലിലും പോവുകയാണ്. എല്ലാ കൗൺസിലർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ എന്ത് ആവശ്യമുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് എല്ലാ സോണലുകളിലും പോകുന്നു. കൗൺസിലർമാരും ഹെൽത്ത് ബന്ധപ്പെട്ട ജീവനക്കാരും ഇരിക്കുന്നുണ്ട്. അവിടെ ജീവനക്കാരില്ല എന്ന പരാതി ഇവിടെ 100 കൗൺസിലർമാരുടെ ഭാഗത്തുമുണ്ട്. പക്ഷേ ഇവിടെ തുമ്പൂർ മൊഴിയിൽ എടുത്തിട്ടുള്ള ജീവനക്കാരെ ഏകദേശം 90 ജീവനക്കാർ ഈ കസേരയുടെ ചുറ്റും പല ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുന്നു. അവരെയും ഇതുപോലുള്ള നടപടികൾ എടുക്കുമ്പോൾ ഇവിടെ പ്രതിഷേധ ശബ്ദവുമായി വന്നാൽ ഇവിടെ നഗരവാസികൾ ഏതെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി അലയുന്ന ആളുകൾ, അവർ നിയോഗിക്കപ്പെട്ട തൊഴിൽ ഏതാണ് എന്ന് അവർ നിയോഗിക്കപ്പെടുന്ന സമയത്ത് അവരുടെ ആ അഡ്മിഷനിലുണ്ടാവും. അവർക്ക് ജോലി കൊടുക്കുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റിലുണ്ടാകും. ആ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ജോലിയാണോ ഇന്ന് ഇവിടെ നോക്കുന്നത്? ഇവിടെ 5 വാഹനം ഇപ്പോൾ പുതിയതായി ഇറക്കി. നമുക്ക് ഹെവി ലൈസൻസ് ഉള്ള 5 ഡ്രൈവർമാർ നമുക്ക് ഇവിടെ സെക്യൂരിറ്റി പണിയായിട്ട് ജോലി എടുക്കുന്നു. ആ ആളുകളെ, ഹെവി ലൈസൻസ് ഉള്ള ആളുകളെ വാഹനം ഓടിക്കാൻ വിട്ടാൽ നിങ്ങൾ പ്രതിഷേധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നഗരസഭയിൽ വാഹനം ഇറങ്ങിയാൽ ഓടിക്കാൻ ആളില്ല. ആ വാഹനത്തിന് ഡ്രൈവർമാർ ഇവിടെ പല തസ്തികകളായിട്ട് പല ഓഫീസിലും ഇറങ്ങി കയറി നടക്കുന്നു. അത് അനുവദിക്കാൻ പറ്റില്ല സാർ, അത് അനുവദിക്കാൻ പറ്റില്ല. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും. അത് ഏത് ശബ്ദം ഉയർത്തിയാലും, ഏത് സമരം നടത്തിയാലും, ഏത് ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എവിടെയാണോ ഏത് തരത്തിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ ആ തസ്തികയിലേക്ക് ജോലി ചെയ്യേണ്ടി വരും. അത് ആയാലും ശരി, ഇവിടുത്തെ തുമ്പൂർ മൊഴി ജീവനക്കാരും ശരി, ആര് തന്നെയായാലും പണിയെടുത്തില്ല എങ്കിൽ ആ പണിയെടുക്കുന്ന തരത്തിലേക്കുള്ള ആ തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സാർ. അതിൽ നിങ്ങൾ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. പരിശോധിക്കാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിന് ഇപ്പൊ താല്പര്യമില്ല. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇവിടെ അത് പൊട്ടിയൊലിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാര്യക്ഷമതയോടുള്ള നടപടി. ഇത് ഏകദേശം ദിവസങ്ങൾ പിന്നിട്ടിട്ടുള്ള ഭരണസമിതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ദിവസങ്ങളുടെ എണ്ണമൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കൗൺസിലറോട് അത് സംസാരിച്ച് അവസാനിപ്പിക്കാം. ഒരു കാര്യമെന്ന് പറയുന്നത്, മൈക്ക് കൊടുക്കുമ്പോഴത്തേക്ക് മേയർ സംസാരിക്കുമ്പോൾ സാധാരണ വേറെ ആരും സംസാരിക്കാറില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആ മൈക്കും കൂടെ ഓണാക്കി കൊടുക്കുന്ന പ്രവണതയും ശരിയല്ല. നേരത്തെ ഉണ്ടായ അനുഭവമാണ്. അത് 2 ശ്രദ്ധിക്കുക. പിന്നെ ഒന്നും പറയുന്നത്, നമ്മൾ KSB എനിക്ക് തോന്നുന്നു മേയറും കൂടെ ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പഴയ എല്ലാവർക്കും കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഏജൻസികളെ വിളിച്ച് ഇരുത്തി അവരുടെ എത്ര വർഷം നമ്മുടെ KSB ഇലക്ട്രിസിറ്റി ആയിട്ട് ലൈറ്റ് മാറ്റുന്ന പുതിയ കൗൺസിലർമാരെ ഒന്നും അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പഴയ കൗൺസിലർമാരാണുള്ളത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നുകിൽ പുതിയ ഗ്രൂപ്പ് തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും എന്താണെന്നുള്ളത് മേയർ അവരെ വിളിച്ചിരുത്തി തന്നെ തീരുമാനിച്ച കാര്യങ്ങൾ അറിയണം. അതുപോലെ പുതിയ ലൈറ്റും നമുക്ക് അവർ തരാം. ബഹുമാനപ്പെട്ട മേയർ സംസാരിച്ചൊരു വിഷയം മാത്രമേ ഒരു മറുപടി പറയുന്നുള്ളൂ, അധികം സംസാരിക്കുന്നില്ല. നമ്മുടെ നഗരസഭയുടെ നികുതി കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിലർമാർ വാർഡ് തലങ്ങളിൽ ഇറങ്ങി അത് സഹായിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പ്രൗഢിയോടെയുള്ള വികസനത്തിന്റെ ചെയർമാൻ പറഞ്ഞൊരു മറുപടി പറയാം. ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരോടും ഈ ഭരണസമിതി അവരുടെ ഭാഗത്ത് തൃപ്തികരമായ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം.
ഉദ്യോഗസ്ഥരോട് ഏറ്റുമുട്ടി ഭരണസമിതി പോകുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തേണ്ട, അത് വില പോവുകയില്ല. വെറുതെ അവരെ ആവേശം കയറ്റിയിട്ട് അവരോട് തെറ്റിദ്ധാരണകൾ പരത്താൻ ആരും ശ്രമിക്കരുതെന്നാണ് പറയാനുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും പരമാവധി നല്ല രീതിയിൽ ജോലി ചെയ്ത് പോകുന്നു, ഭരണസമിതിയായിട്ട് തുറന്ന ഒരു സഹകരണത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൗൺസിൽ യോഗം സമാപിക്കുകയാണ്.